നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട്. നാടുകടത്തൽ വിഷയത്തിൽ ട്രംപിനെ വിമർശിച്ചു മാർപ്പാപ്പ. അനധികൃത കുടിയേറ്റക്കാരോടുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയം മോശമായി അവസാനിക്കുമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുന്നറിയിപ്പ്. US-ലുള്ള ബിഷപ്പുമാർക്ക് അയച്ച കത്തിലാണ് ട്രംപിന്റെ നയത്തെ മാർപ്പാപ്പ വിമർശിച്ചത്. അനധികൃത കുടിയേറ്റക്കാരെല്ലാം കുറ്റക്കാരല്ലെന്നും അദ്ദേഹം കത്തിൽ പറയുന്നു. അമേരിക്കയുടെ ചുവട് പിടിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് UK-യും ഒരുങ്ങുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും അധികം ആളുകൾ കുടിയേറിയിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് ബ്രിട്ടൻ. വിദ്യാർത്ഥികൾ വിസയിൽ UK-യിൽ എത്തിയിട്ടുള്ളവർക്ക് തൊഴിൽ ചെയ്യുന്നതിന് ഉൾപ്പെടെ നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് കിങ്ഡം ലേബർ ഗവൺമെൻറ്റാണ് അനധികൃതമായി ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ, നെയിം ബാറുകൾ, കടകൾ, കാർ വാഷിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങിയവയിൽ അനധികൃതമായി ജോലി ചെയ്യുന്നവരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ ആരംഭിച്ചു. അമേരിക്ക ഇന്ത്യക്കാരെ കുറ്റവാളികളെ പോലെ നാടുകടത്തിയത് ഇന്ത്യയോടുള്ള അനാദരവായി കാണാൻ ഭരണാധികാരികൾക്ക് നട്ടല്ലില്ലാതെ പോയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അനധികൃത കുടിയേറ്റം ആരോപിച്ച് അമേരിക്ക നാടുകടത്തിയ ഇന്ത്യക്കാരെ കയ്യിലും കാലിലും വിലങ്ങിട്ട് ബന്ധിച്ചത് മനുഷ്യത്വരഹിതമായ നടപടിയെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അമേരിക്കയുടെ ഈ നടപടിയെ ന്യായീകരിക്കുകയാണ് ചെയ്തതെന്നും കുറ്റപ്പെടുത്തി. ജെറുസലേം ആസ്ഥാനമായി പലസ്തീൻ ഭരണകൂടം രൂപീകരിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ഇതിനാവശ്യമായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും പലസ്തീൻ്റെ മണ്ണ് കൈയടക്കി വെച്ചിരിക്കുന്നവർ തിരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട അദ്ദേഹം വില കൊടുത്ത് വാങ്ങാൻ ഗസ റിയൽ എസ്റ്റേറ്റ് ഭൂമിയല്ലെന്നും പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് പദ്ധതി പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് ആരംഭിക്കാൻ ഒരുങ്ങുന്നത് വിദ്യാഭ്യാസ കച്ചവടത്തിനല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൃശ്ശൂരിൽ CPM ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDFും സർക്കാരും ഒരു കാര്യം ചെയ്താൽ അത് സാമൂഹിക നീതി ഉറപ്പാക്കി മാത്രമേ ചെയ്യൂവെന്നും സ്വകാര്യ സർവകലാശാലകളിൽ പൊതുസംവരണം ഉണ്ടാകുമെന്നും ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDFും സർക്കാരും ചെയ്യുന്നതിന് അനാവശ്യമായി വിമർശിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സ്വർണ്ണവില പവന് 64,000 കടന്നു. ഗ്രാമിന് 80 രൂപ വർദ്ധിച്ച് 8,060 രൂപയും പവന് 640 രൂപയും ഉയർന്ന് 64,480 രൂപയായി. വെറും 2 ദിവസം കൊണ്ട് 925 രൂപയാണ് പവൻ വിലയിൽ കൂടിയത്. ഈ മാസം ഇതുവരെ 2,840 രൂപ വർദ്ധിച്ചു. നിലവിലെ മുന്നേറ്റം തുടർന്നാൽ അധികം വൈകാതെ പവൻ വില 70,000 കടക്കുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ബന്ദികളെ മുഴുവൻ വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കുമെന്ന് ഹമാസിന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ മുഴുവൻ ബന്ദികളും തിരിച്ചെത്തിയില്ലെങ്കിൽ എല്ലാ കരാറുകളും